ഹേമയുടെ റിലേറ്റീവ്സ്. ഹേമ മരണപ്പെട്ടു. ഡോക്ടർ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഹോസ്പിറ്റൽ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ ബോഡി നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അതുപോലെ റിസപ്ഷനിൽ പോയിട്ട് ബില്ലടയ്ക്കാൻ മറക്കരുത്. അത് പ്രത്യേകം ചെയ്യണം. അയ്യോ, എന്റെ ഹേമ, എന്റെ അയ്യോ, അയ്യോ, അമ്മ, അമ്മേ, അമ്മ ബോധം കെട്ട് പോയല്ലോ. എന്റെ ഈശ്വര, എന്റെ അമ്മ, അമ്മേ, അമ്മേ, നമ്മുടെ ഹേമക്ക് ഒന്നും പറ്റിയില്ല അമ്മേ, അമ്മേ, അയ്യോ, എന്റെ അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയേ? അമ്മേ, എന്റെ ഹേമേ, നീ ഞങ്ങളെ വിട്ട് പോയല്ലോ ഹേമേ. പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യും എന്റെ ഈശ്വര? അമ്മേ, അമ്മേ. ആ ചേട്ടാ, അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? അമ്മേ, അമ്മേ, അയ്യോ, എന്ത് പറ്റി അമ്മയ്ക്ക്? അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? നമ്മുടെ ഹേമ മരണപ്പെട്ടു. അതറിഞ്ഞുടൻ അമ്മ ബോധം കെട്ട് വീണതാ ശാരി. എന്റെ അമ്മ, എന്റെ ഹേമ മരണപ്പെട്ടു. എനിക്കൊരു നോക്ക് കാണാൻ പോലും അവളെ കാത്തു നിന്നില്ലല്ലോ. ഞാൻ അറിഞ്ഞ ഉടനെ പുറപ്പെടുകയായിരുന്നു. സുഖമില്ലെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ പുറപ്പെട്ടു. എന്നെ ഒന്ന് കാണാൻ അവൾക്ക്. എന്റെ ഹേമ, അമ്മേ, എഴുന്നേൽക്ക അമ്മേ. കരഞ്ഞിട്ടും കിടന്നിട്ടും കാര്യമില്ലല്ലോ. നോക്ക് നോക്ക്, നിങ്ങൾ ആ സ്ത്രീയുടെ വസ്ത്രധാരണവും മേക്കപ്പ് ഒക്കെ കണ്ടോ? ഹോസ്പിറ്റലിലേക്കാണ് അത്രേ വന്നത്. ഷാരി, ഇനി നീ കൂടെ കരയല്ലേ ഷാരി. നമ്മളെയൊക്കെ സമാധാനിപ്പിക്കാനെങ്കിലും നീ ഒന്ന് കരയാതിരിക്ക്. അമ്മേ, എഴുന്നേൽക്ക് അമ്മേ, അമ്മേ, എഴുന്നേൽക്ക്. എന്റെ ഹേമ, എന്റെ ഹേമ. എനിക്ക് ആ സ്ത്രീയുടെ വേഷവിധാനങ്ങളൊക്കെ കണ്ടിട്ട് അത്ഭുതം തോന്നുക. അവളുടെ ഡ്രസ്സിങ്ങും മേക്കപ്പും ഹീലുള്ള ചെരിപ്പും എല്ലാം കൂടി കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുക. നിങ്ങൾ കണ്ടോ? എങ്ങനെ സഹിക്കുമെടാ ഞാൻ? പെട്ടെന്ന് അവൾ എന്നെ വിട്ടു പോയില്ലേ? അമ്മയുടെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവരുടെ ഇടയിലേക്ക് ഇങ്ങനെ ഫാൻസി ഡ്രസ് പോലെ അവൾക്ക് ഡ്രസ്സും ഇട്ടുകൊണ്ട് വരാൻ തോന്നിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വല്ലാത്തൊരു പെണ്ണ് തന്നെ. അതെ അതെ, വല്ലാത്തൊരു സ്ത്രീ തന്നെ. ഒരുപാട് മേക്കപ്പും ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ തന്നെ ധൈര്യം വേണം, അതും മരിച്ച ഒരാളുടെ അടുത്തേക്ക്. ഹായ്, നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താണോ ആന്റി? എന്താണെങ്കിലും ചോദിച്ചോളൂ. ഒരു ഹോസ്പിറ്റലിലേക്കൊക്കെ വരുമ്പോ, അതും മരിച്ചു കിടക്കുന്ന ആളുകളെ കാണാൻ വരുമ്പോ ഒന്ന് ഡ്രസ്സിങ്ങിനൊക്കെ ഒന്ന് ചേഞ്ച് വരുത്തിക്കൂടെ? കുറച്ച് മേക്കപ്പ് ഒക്കെ കുറച്ചൂടെ? ആന്റി, ഞാൻ എന്തിടണമെന്നും എന്തിടണ്ട എന്നും തീരുമാനിക്കുന്നത് ഞാനാണ്. എനിക്ക് ലിപ്സ്റ്റിക് ഇടണമെങ്കിലോ അല്ലെങ്കിൽ ഷോർട്ട് ഡ്രസ് ഇടണമെങ്കിലോ ഞാൻ അതിടും. അത് ഓർക്ക് ആന്റി വരേതാവണ്ട കേട്ടോ. എന്റെ ഈശ്വര, ഞാനെന്തോ പറഞ്ഞേ ഉള്ളൂ. എന്നാ ഒരു ചെറിയ കാര്യം കൂടി പറയട്ടെ. ചെരുപ്പേ മാറിയിട്ടായിട്ടേക്കുന്നേ. ഓ ഷോ, അത് പറഞ്ഞു തന്നതിന് താങ്ക്സ് ആന്റി, വെരി വെരി താങ്ക്സ്. ഞാൻ അറിയാതെ ഇട്ട് വന്നതാണ്. ഷോ, ഇനിയിപ്പോ എന്നാ ചെയ്യും? സാരമില്ലെന്നേ. അയ്യോ, അതെന്തൊരു അഹങ്കാരിയായ സ്ത്രീയാണ്. എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ. ഞാൻ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഓടി ഇങ്ങ് പോന്നു. കൂടുതൽ നേരം അവിടെ നിന്നാലേ എനിക്ക് തന്നെയായിരിക്കും പണി കിട്ടുന്നേ. ഞാനിങ്ങ് പോന്നു. ആ അമ്മയുടെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇവളവിടെ നിൽക്കുന്നത് കണ്ടിട്ടാണെങ്കിൽ ചിരിയും വരുന്നു. അമ്മോ, എന്തൊരു സ്ത്രീയാണത്! ഓജി ഓജി എന്ന് വിളിച്ചോണ്ട് തലയിലോട്ടല്ലേ വർത്താനം പറയുന്നേ. എന്നാ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കത്തൊന്നുമില്ല. വല്ലാത്തൊരു സ്ത്രീ തന്നെ. എന്തായാലും ആ ഇംഗ്ലീഷുകാരി ചെരുപ്പ് മാറി ഇട്ടേച്ചിട്ടാ വന്നിരിക്കുന്നേ.